1998 ലോകകപ്പ് യുദ്ധം കഴിഞ്ഞു. അന്നൊരു പുതിയ സൂര്യൻ ഉദിച്ചു. കന്നിക്കിരീടം മുത്തമിട്ട് സിദാനും കൂട്ടരും ആഘോഷം തുടങ്ങി. ഒന്നും മിണ്ടാതെ നൈക്കി ബൂട്ടുകൾ ഒരു മാല പോലെ തോളിലിട്ടുകൊണ്ട് തലകുനിച്ചു നിൽക്കുന്ന റൊണാൾഡോ. എന്നാൽ 1998 ഫൈനൽ തോൽവിക്ക് ശേഷം പിന്നീടുള്ള കാത്തിരിപ്പ് 2002 വേൾഡ് കപ്പിനു വേണ്ടിയായിരുന്നു. അതിനിടയിൽ 1999 കോപ്പ അമേരിക്കയും കോൺഫെഡറേഷൻ കപ്പും ബ്രസീൽ നേടിയിരുന്നു. എന്നാൽ ബ്രസീലിയൻ ജനത ഉറ്റുനോക്കിയത് 2002 വേൾഡ് കപ്പിനെയായിരുന്നു. 2002 വേൾഡ് കപ്പ് ബ്രസീലിയൻ ജനത ആഗ്രഹിച്ചതുപോലെ തന്നെയായി. 1998 ലോകകപ്പ് ഫൈനലിൽ പരാജിതനായ റൊണാൾഡോ 2002 വേൾഡ് കപ്പ് ഫൈനലിൽ 2 ഗോളടിച്ച് ബ്രസീലിനെ കിരീടത്തിലേക്ക് നയിച്ചു. 1998 കൈപ്പിനൂർ കുടിച്ച ബ്രസീൽ 2002 പതിമറന്ന് ആഘോഷിക്കുന്നു. പിന്നീടങ്ങോട്ട് ലോക ഫുട്ബോളിൽ ബ്രസീലിന്റെ രാജവാഴ്ചയായിരുന്നു. 2004 കോപ്പ അമേരിക്കയിൽ ചിരവൈരികളായ അർജന്റീനയെ തോൽപ്പിച്ച് ബ്രസീൽ കിരീടം നേടുന്നു. 2005 കോൺഫെഡറേഷൻ കപ്പ് ഫൈനലിൽ വീണ്ടും ഒരു അർജന്റീന ബ്രസീൽ പോരാട്ടം. എന്നാൽ ബ്രസീൽ അർജന്റീനയെ നിലം തൊടിക്കാതെ പറപ്പിച്ചു. ഫൈനൽ സ്കോർ ബ്രസീൽ 4 അർജന്റീന 1 എന്നായിരുന്നു. എന്നാൽ 2006 ലോകകപ്പിൽ വീണ്ടും പരാജയത്തിന്റെ ദുഃഖഭാരം. സിനദിൻ സിദാൻ എന്ന പ്രതിഭയ്ക്ക് മുന്നിൽ ബ്രസീലിന്റെ ഐതിഹാസിക സംഘം മുട്ടുമടക്കി. അന്നുണ്ടായ ദുഃഖത്തിന്റെ 100ൽ ഒരംശം പോലും ഇപ്പോഴത്തെ ബ്രസീലിന്റെ തോൽവികളിൽ ഉണ്ടാകില്ല എന്നുറപ്പാണ്. റൊണാൾഡോയും റൊണാൾഡീനോയും കക്കയും എഡ്രിയാനോയും റോബിനോയും അടങ്ങുന്ന സംഘം എന്തുകൊണ്ടും കപ്പ് നേടാൻ പ്രാപ്തരായിരുന്നു. പക്ഷേ ബ്രസീൽ ടീം അവരുടെ ആരാധകർക്ക് വേണ്ടി മറ്റൊരു സന്തോഷം കരുതി വച്ചിട്ടുണ്ടായിരുന്നു. അതെ, 2007 കോപ്പ അമേരിക്ക. ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ബ്രസീൽ കിരീടം നേടുമെന്ന്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന്. സൂപ്പർ താരങ്ങളൊന്നുമില്ലാതെ റോബിനോയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ ബ്രസീലിന്റെ യുവനിര സൂപ്പർ താരങ്ങളടങ്ങിയ അർജന്റീനയെ ഫൈനലിൽ 3-0 എന്ന സ്കോറിന് തകർത്തെറിഞ്ഞുകൊണ്ട് കിരീടം ചൂടുന്നു. ആ ആഘോഷം അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. 2009 കോൺഫെഡറേഷൻ കപ്പ്. എല്ലാവരും സാധ്യത കൽപ്പിച്ചത് മികച്ച ഫോമിലുള്ള സ്പെയിനിനെ തന്നെയായിരുന്നു. പക്ഷേ സെമി ഫൈനൽ വരെ മാത്രമേ സ്പെയിനിന്റെ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഫൈനലിൽ ബ്രസീൽ വേഴ്സസ് അമേരിക്ക. ആദ്യ പകുതിയിൽ അമേരിക്ക 2 ഗോളിന് മുന്നിൽ. പരാജയം മുന്നിൽ കണ്ട നിമിഷം ഇനി ബ്രസീലിന് ജയിക്കണമെങ്കിൽ 3 ഗോളുകൾ തിരിച്ചടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ കീഴടങ്ങാൻ കക്കയും കൂട്ടരും തയ്യാറല്ലായിരുന്നു. ഫേബിയാനയുടെ ഇരട്ട ഗോളിലൂടെ ബ്രസീൽ സമനില നേടുന്നു. ഒടുവിൽ 84 മിനിറ്റിൽ ലൂസിയായുടെ വിജയ ഗോളും. സന്തോഷം കൊണ്ട് കണ്ണീർ പൊഴിഞ്ഞ നിമിഷങ്ങൾ അന്നും ബ്രസീലുകാർക്ക് മറക്കാൻ പറ്റാത്ത രാവുകളായിരുന്നു. And Lucio, the skipper, plays the captain's role to give them that lead. പിന്നീടങ്ങോട്ട് ബ്രസീലിന്റെ ഗ്രാഫ് കുത്തനെ താഴുന്നതാണ് കണ്ടത്. സൂപ്പർ താരങ്ങളെല്ലാം ടീമിൽ നിന്നും പുറത്തായി. പുതിയ താരങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. ഫലം 2010 വേൾഡ് കപ്പ് യാത്ര ക്വാർട്ടർ ഫൈനലിൽ അവസാനിച്ചു. 2011 കോപ്പ അമേരിക്കയിൽ എന്താണ് ബ്രസീലിന് സംഭവിച്ചതെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. 2012 ഒളിമ്പിക്സ് ഫൈനലിലും തോൽവി. 2013 കോൺഫെഡറേഷൻ കപ്പിൽ ആതിഥേയരായതുകൊണ്ട് മാത്രം യോഗ്യത. എന്നാൽ അവിടെയാണ് ചരിത്രം കുറിക്കുന്നത്. ലോകകപ്പും യൂറോ കപ്പും നേടിക്കൊണ്ട് സ്പെയിൻ കത്തി നിൽക്കുന്ന കാലം. പോരാത്തതിന് ഇറ്റലി പോലുള്ള വമ്പൻ ടീമുകളെ മറികടന്നുകൊണ്ട് ബ്രസീൽ എങ്ങനെ കിരീടം നേടാനാണ്? ഇങ്ങനെ ചിന്തിച്ചവരാണ് ഓരോ ബ്രസീൽ ആരാധകരും. പക്ഷേ അവിടെ ബ്രസീലിനൊരു സുൽത്താൻ ഉദിച്ചുയർന്നു. അവന്റെ പേരായിരുന്നു നെയ്മർ ജൂനിയർ. നെയ്മർ ഏതാണ്ട് തന്റെ ടീമിനെ തോളിലേറ്റിക്കൊണ്ട് സെമിയിൽ ഇറ്റലിയെ മറികടന്നുകൊണ്ട് ഫൈനലിൽ എത്തിച്ചു. അന്ന് ബ്രസീലിന് ഫൈനലിൽ എതിരാളികളായിട്ട് 1ാം റാങ്കിന്റെ ഹൊങ്കുമായി വന്ന സ്പെയിൻ. അന്ന് സ്പെയിനിന്റെ സ്ക്വാഡെന്ന് പറഞ്ഞാൽ ആരും ഒന്ന് കേട്ടാൽ തന്നെ ഞെട്ടിപ്പോകുന്നതാണ്. അതെ, കസിലസും പുയോളും പിക്കുവും റാമോസും ഇനിയസ്റ്റയും സാവിയും സാബി അലോൻസോയും ടോറസും ഡേവിഡ് വില്ലയും അടങ്ങുന്ന സ്ക്വാഡ്. ഏതൊരു എതിരാളികളും ഈ പേരുകൾ കേട്ടാൽ വിറക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അങ്ങനെ മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ഫലം ബ്രസീൽ 3 സ്പെയിൻ 0. അതെ, ബ്രസീൽ വീണ്ടും ഒരു കിരീടം നേടിയിരിക്കുന്നു. അന്ന് ബ്രസീലിനെ സംബന്ധിച്ച് അതൊരു അത്ഭുതമായ കാഴ്ചയായിരുന്നു. തുടർച്ചയായി 3ാം കോൺഫെഡറേഷൻ കപ്പ്. ബ്രസീലിയൻ ജനതയ്ക്ക് ആഘോഷിക്കാൻ അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു ബ്രസീൽ. അന്ന് നെയ്മർ നേടിയ കസിയസിന്റെ മേൽക്കൂര പൊളിച്ച ഗോൾ എങ്ങനെ മറക്കാനാണ്? 2013 കോൺഫെഡറേഷൻ കപ്പ് നേടിയ ആത്മവിശ്വാസത്തിൽ നെയ്മറെ മാത്രം ആശ്രയിച്ചായിരുന്നു 2014 വേൾഡ് കപ്പിൽ ബ്രസീൽ സ്വന്തം നാട്ടിൽ പന്ത് തട്ടാനിറങ്ങിയത്.
നെയ്മർ പരിക്കേറ്റ് പുറത്തായപ്പോൾ ടീമിന്റെ ബാലൻസ് തെറ്റി. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേട് ഏറ്റുവാങ്ങിക്കൊണ്ട് ബ്രസീൽ ലോകകപ്പിൽ നിന്നും പുറത്തായി. 7 ഗോളിൽ നിർത്താൻ ജർമ്മനിക്ക് തോന്നിയത് ഭാഗ്യം. ലോകകപ്പ് സെമി ഫൈനൽ കളിച്ച ബ്രസീലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ടീം. അതുവരെ ബ്രസീലിയൻ ടീമിനെ ഭയത്തോടെ കണ്ടിരുന്ന എതിരാളികൾ ബ്രസീലിനെ ഭയക്കാതെയായി. 2015, 2016 കോപ്പ അമേരിക്കയിലും ബ്രസീൽ കാര്യമായൊന്നും ചെയ്തില്ല. ഇതിനിടയിൽ നേരിയ ആശ്വാസമായത് അർജന്റീനയെ തോൽപ്പിച്ച് തുടർച്ചയായി 3ാം തവണയും ബ്രസീൽ സൂപ്പർ ക്ലാസിക്കോ കിരീടം നേടിയതാണ്. എന്നാൽ പിന്നെ ലോകത്തുള്ള എല്ലാ കിരീടങ്ങൾ നേടിയിട്ടും ഒരു ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ മാത്രം ബ്രസീൽ അതുവരെ നേടിയിട്ടുണ്ടായിരുന്നില്ല. എതിർ ഫാൻസിന്റെ ഇടയിൽ അതൊരു കുറവായി ബ്രസീലിന് തോന്നിയിരുന്നു. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചാണ് നെയ്മർ 2016 കോപ്പ അമേരിക്ക കളിക്കാതെ സ്വന്തം നാട്ടിൽ നടന്ന ഒളിമ്പിക്സിൽ കളിക്കാനിറങ്ങിയത്. അന്ന് ബ്രസീലിയൻ ജനതയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു നെയ്മർ അത് നേടിക്കൊടുക്കുമെന്ന്. ടൂർണമെന്റിലുടനീളം മനോഹരമായി കളിച്ച ബ്രസീൽ ഫൈനലിൽ നേരിട്ടത് സാക്ഷാൽ ജർമ്മനിയുമായിട്ടാണ്. ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ നെയ്മർ എടുത്ത അവസാന കിക്ക് ജർമ്മൻ പോസ്റ്റിന്റെ വലത്തെ മോന്തയിലേക്ക് പതിക്കുമ്പോൾ അന്ന് ബ്രസീലുകാർക്ക് ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ആഘോഷങ്ങൾ, ആവേശങ്ങൾ ബ്രസീലിനെ പോലെ അനുഗ്രഹീതരായ മറ്റേത് ടീമാണുള്ളത്? സ്വന്തം ഫാൻസിനെ ഇത്രമേൽ ആനന്ദിപ്പിച്ച മറ്റേതു ടീമാണുള്ളത്? ചുരുക്കി പറഞ്ഞാൽ 2000-ന് ശേഷം സാധ്യമായ എല്ലാ ടൂർണമെന്റുകളിലും ബ്രസീൽ വിജയിച്ചിരിക്കുന്നു. 2018 ലോകകപ്പിലേക്ക് വരുമ്പോൾ ടിറ്റയുടെ കീഴിൽ ബ്രസീൽ പഴയ പ്രതാപം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ആരെയും തോൽപ്പിക്കുന്ന മികച്ച സംഘമായി ബ്രസീൽ മാറി. പക്ഷേ അന്ന് നിർഭാഗ്യം കൊണ്ട് ബ്രസീൽ ആരാധകരെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തോട് തോറ്റ് ബ്രസീൽ ലോകകപ്പിൽ നിന്നും പുറത്ത്. അതെ, ഇന്നും വിശ്വസിക്കാനാവുന്നില്ല. ലോകകപ്പ് ജയിക്കാൻ വേണ്ട സംഘം ഉണ്ടായിട്ടും നന്നായി കളിച്ചിട്ടും ബ്രസീലിന് ജയിക്കാനായില്ല. പക്ഷേ ബ്രസീൽ ആരാധകർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എപ്പോഴൊക്കെ ബ്രസീൽ തങ്ങളുടെ ആരാധകരെ നിരാശപ്പെടുത്തിയോ തിരിച്ച് ഒരു സന്തോഷവും ബ്രസീൽ അവർക്ക് നൽകാറുണ്ട്. അതെ, സമയം ഒട്ടും വൈകിയില്ല. തൊട്ടടുത്ത വർഷം തന്നെ വന്ന കോപ്പ അമേരിക്ക സ്വന്തം മൈതാനത്ത് വെച്ച് തന്നെ ബ്രസീൽ കിരീടമുയർത്തുന്നു.